വിജ്ഞാനപ്രദമായിട്ടുള്ള ചോദ്യോത്തരങ്ങൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇമേജ് മൊബൈൽ കിസിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. സുന്ദരമായിട്ടുള്ളൊരു വിദ്യാലയത്തിലാണ് ഇപ്പോഴും ഞങ്ങളുള്ളത്. ചോദ്യങ്ങളും ഉത്തരങ്ങളും സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഈ മനോഹരമായിട്ടുള്ള വിദ്യാലയത്തെക്കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും ഉത്തരം പറയുന്നവർക്ക് സമ്മാനം നൽകുന്നതിനും വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ഇമേജ് മൊബൈൽ കിസിലൂടെ ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ചോദ്യങ്ങൾ, നല്ല മത്സരാർത്ഥികൾ, എല്ലാം കൊണ്ടും സുന്ദരമായിട്ടുള്ള കൂട്ടുകാരികൾ. അപ്പോൾ ഇന്ന് ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇമേജ് മൊബൈൽ കിസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറുകുന്നാണ് ഞങ്ങളുള്ളത്. ഇമേജ് മൊബൈൽ കിസ് എന്ന് പറയുന്ന പ്രോഗ്രാമായിട്ട് ഗവൺമെൻറ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രോഗ്രാമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ടീമാണ് 10ാം ക്ലാസ്. സുഖമായിരിക്കുന്നു? 10ാം ക്ലാസ്സിൽ എത്തിയതിനു ശേഷം എന്തൊക്കെയാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു? പഠിക്കാൻ കുറച്ചും കൂടി ഗൗരവമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. 9ാം ക്ലാസ് വരെ വളരെ പോക്കായിരുന്നു. കുറച്ചും കൂടി ഗൗരവമായിട്ട് 10ാം ക്ലാസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഇവിടെ എത്രയാണ് വിജയ ശതമാനം? 100%. പേരെന്താണ്? മയൂക. എവിടെയാണ് സ്ഥലം മയൂകയുടെ? പുന്നച്ചേരി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. പേരെന്താണ്? ശ്രീയ. എല്ലാവരും ഒരേ ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഡിവിഷനാണോ? ശ്രീയ എവിടെയാണ് സ്ഥലം? ശ്രീയ കഴിഞ്ഞൊരു കൂട്ടുകാരിയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരെ കാണാൻ ആഗ്രഹം? ഇവിടെ നിന്നല്ല, സ്കൂളിൽ നിന്നല്ല, ഒരാളെ കാണണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ? റിൻഷ. എവിടെയാണ് റിൻഷ സ്ഥലം? പാപ്പഞ്ചേരി. റിൻഷ ഇപ്പം കൂടെ പഠിക്കുന്നുണ്ടോ? ഇല്ല. എന്താ ചെയ്യുന്ന ആളിപ്പം? അല്ല, എൻ്റെ പണ്ടത്തെ സ്കൂളിൽ പഠിച്ചതാണ്. ഇപ്പൊ എവിടെയാണ് പഠിക്കുന്ന ആള്? സെന്റ് മറിയ പാപ്പഞ്ചേരി. റിൻഷ, ഒരു പ്രത്യേക അറിയിപ്പ്. കൂട്ടുകാരിയുടെ പേരെന്തായിരുന്നു? അപ്പോൾ കാണാറുണ്ടോ? റിൻഷയെ കാണാറുണ്ടോ? റിൻഷയെ കാണാറില്ല. ശ്രദ്ധയും റിൻഷ കാണാറില്ല. അപ്പോൾ പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് വന്ന് കാണണം. കാരണം വളരെയധികം എന്താണ് റിൻഷ ഇത്ര കാണണമെന്ന് ആഗ്രഹിക്കുന്നത്? എന്താണ്? അടുത്തോട്ട് കൂട്ടുകാരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. 1ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഒപ്പരായിരുന്നു. പിന്നെന്തായിരുന്നു പെട്ടെന്ന് അങ്ങോട്ട് വേർപെട്ട് പോയത്? അത് കൊറോണയിലായപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് മാറി. കോണ്ടാക്ട് ഉണ്ടോ ആളായിട്ട്? ചാറ്റിംഗ് കാര്യങ്ങൾ. പേരെന്താണ്? ദിയ. എവിടെയാണ് സ്ഥലം? ദിയ ഇരണാവിലാണ്. ഒരു ഭാഗ്യം പൊതുവെ എനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണോ? വിശ്വസിക്കുന്നില്ല. മീൻസ് അങ്ങനെ ഭാഗ്യം ഇല്ല എന്നറിഞ്ഞിട്ടും നമ്മളെ തേടി വന്ന ഒരു ഭാഗ്യം ഏതാണ്? കിട്ടിയത് ഒരു ഭാഗ്യമായിട്ട്. അതൊന്നും വിചാരിച്ചിട്ടേ ഇല്ല, അത് കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചാൻസ് കുറവാണെന്നാ പറഞ്ഞേ. റിസൾട്ട് വരുമ്പോഴത്തേക്കുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു എക്സ്പ്രഷൻ ഉണ്ടായത്? എനിക്ക് വിശ്വാസം ഉണ്ടായില്ല, അമ്മക്കും വിശ്വാസം ഉണ്ടായില്ല. അത് ജയിച്ചതിന് ശേഷം അമ്മ എന്ത് പറഞ്ഞു? ഒന്നും കൂടി. ഇതാണ് ഈ അമ്മമാരുടെ പ്രശ്നം അല്ലേ? ശരി. പേരെന്താണ്? കൃഷ്ണപ്രിയ. എവിടെയാണ് സ്ഥലം? മൊട്ടമ്മലാണ്. ഓക്കെ. കലാമേഖലയിലൊക്കെ നിൽക്കുന്ന ഒരാളാണോ? ഡാൻസ് ആണോ, പാട്ടാണോ? ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണപ്രിയ. സിനിമാറ്റിക് ആണോ, ക്ലാസിക്കലാണോ? ക്ലാസിക്കലാണ്. എവിടെയാണ് പഠിക്കുന്നത്? ഓക്കെ, ശരി. നമ്മളിപ്പോൾ ഈ സാധാരണ ചില ആൾക്കാർ കലോത്സവത്തിന് വേണ്ടിയിട്ട് മാത്രം ഡാൻസ് പഠിക്കുന്ന ചില ഡാൻസേഴ്സ് ഉണ്ട്. അവർ കലോത്സവത്തിൽ കയറിയിട്ട് അത് കഴിഞ്ഞ പിന്നെ അവരുടെ സംഭവം കഴിയും. അങ്ങനെ അറിയുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. കലോത്സവം അവരുടെ കാറ്റഗറി എന്ന് പറയുന്നത് അവരൊരു ആഗ്രഹം കലോത്സവമാണ്, അത്ര പേര് മാത്രം. പഠനവും അതുപോലെ തന്നെ ഡാൻസും രണ്ട് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതാണ്, അല്ലെങ്കിൽ ടൈം പാസിന് വേണ്ടി മാത്രം ഈ പറഞ്ഞ പോലെ ഓൺലി കലോത്സവത്തിന് വേണ്ടിയിട്ട് മാത്രം ക്ലാസിക്കൽ പഠിക്കുന്ന ഒരാളാണ്? അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അതും പഠനം പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്. ആരാവാനാണ് ആഗ്രഹം? പഠിച്ചിട്ട് ഒരു ഡ്രീം എന്താണ്? കളക്ടർ, IAS. കണ്ണൂരിൻ്റെ ആയിക്കോട്ടെ അല്ലേ? അപ്പോൾ നമുക്കൊരു ഇടയ്ക്കിടയ്ക്ക് ലീവ് കിട്ടിയാലോ അല്ലേ? അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഞങ്ങൾ വന്നിരിക്കുന്നത് കണ്ടില്ലേ, സമ്മാനമൊക്കെ വാങ്ങിക്കുന്ന കണ്ടായിരുന്നില്ലേ? 3 ചോദ്യമുണ്ട്. ഇതിലൊരു ടീം ലീഡർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരെയാണ് സെലക്ട് ചെയ്യുന്നത്? ടീം ലീഡർ. പേര് ശ്രദ്ധ. അപ്പോൾ ശ്രദ്ധ, 3 ചോദ്യങ്ങളുണ്ട്. ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാം. ഓരോ ചോദ്യത്തിന് ഞാൻ 4 ഓപ്ഷനും തരാം. ഓക്കെ? എന്നിട്ടും ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ സമ്മാനം തരൂല ഞാൻ. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് എൻട്രി റൗണ്ട്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ 4 ഓപ്ഷൻ തരാം, അതിലെന്താണെന്നുള്ളതാണ്. പച്ച നിറമായാൽ വിഷമാകുന്ന പച്ചക്കറി ഏതാണെന്നുള്ളതാണ് ചോദ്യം. മുരിങ്ങക്കായാണോ, ഉരുളക്കിഴങ്ങാണോ, പടവലമാണോ, വഴുതനങ്ങയാണോ? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. പച്ച നിറമായിട്ട് മാറിയാൽ വിഷമാകുന്ന പച്ചക്കറി മുരിങ്ങക്കായാണോ, ഉരുളക്കിഴങ്ങാണോ, പടവലമാണോ, വഴുതനങ്ങ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്? പച്ച നിറമായി കഴിഞ്ഞാൽ ഇത് വിഷമാകും. ഏതാണ് വെജിറ്റബിൾ എന്നുള്ളതാണ് ചോദ്യം. ഉരുളക്കിഴങ്ങ് പച്ച നിറമായി കഴിഞ്ഞാൽ വിഷമാകും. പച്ച നിറമായി കഴിഞ്ഞാൽ വിഷമാകുന്ന പച്ചക്കറി ഏതെന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അലു, ഉറപ്പാണേ? ഉരുളക്കിഴങ്ങ് റൈറ്റ് ആൻസർ.
ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, കണ്ണൂർ കാൾടെക്സ് എന്ന് പറയുന്ന സ്ഥലം അറിയില്ലേ? അവിടെയൊക്കെ വരാറുണ്ടോ? അവിടെ വരുന്ന സമയത്ത് മൊബൈലൊക്കെ എടുക്കണമെങ്കിൽ ഇമേജ് മൊബൈൽ കമ്പ്യൂട്ടേഴ്സിൽ പോയാൽ മതി കേട്ടോ. വെറൈറ്റി ഒരുപാട് മൊബൈൽസ് ഉണ്ട്, കമ്പ്യൂട്ടർ സെലക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന ഫസ്റ്റ് റൗണ്ടിലെ സമ്മാനം. നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകാം. ഓക്കെ, സെക്കൻഡ് റൗണ്ട് ഈസി റൗണ്ട്. ചോദ്യം നല്ല രസമുള്ളൊരു ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നൊടുക്കിയ ജീവി ഏതാണെന്നുള്ളതാണ് ചോദ്യം. ചിലന്തിയാണോ, പെരുമ്പാമ്പാണോ, കൊതുകാണോ, ചെന്നായിയാണോ? ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നൊടുക്കിയ ജീവി. ആലോചിച്ച് പറയണം കേട്ടോ, ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നൊടുക്കിയ ജീവി ചിലന്തിയാണോ, പെരുമ്പാമ്പാണോ, കൊതുകാണോ, ചെന്നായിയാണോ? കൊതുകാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നൊടുക്കിയത്. എണീച്ച് നടക്കാൻ പോലും അതിന് ത്രാണിയില്ല, പക്ഷെ ഇത്ര ആൾക്കാരെ കൊന്നുവല്ലേ അത്. കൊതുകാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നൊടുക്കിയത് കൊതുകാണ്. ഉറപ്പാണ്? ഇത് കേട്ടതാണോ അല്ലെങ്കിൽ പഠിച്ചതാണോ അല്ലെങ്കിൽ ഗസ് ചെയ്തതാണോ? അതിന്റെ ഓപ്ഷൻ കണ്ടിട്ട് മലേറിയ, ഡെങ്കു എല്ലാം കൊതുക് അങ്ങനെ കണക്ട് ചെയ്തിട്ട് പറഞ്ഞു. കൊതുക് റൈറ്റ് ആൻസർ. ബാഗ് ആൻഡ് ബാഗ് ബാഗുകൾക്ക് മാത്രമായുള്ള ഷോറൂം. സ്കൂൾ ബാഗ്, ട്രാവലിംഗ് ബാഗ്, നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ബാഗ്, ഒരുപാട് വലിയ കളക്ഷൻസ് ആണ് ബാഗ് ആൻഡ് ബാഗിലുള്ളത്. കണ്ണൂർ പോണ സമയത്ത് ബാഗ് ആൻഡ് ബാഗിൽ പോയിട്ടൊക്കെ ഇത് വാങ്ങിക്കാം കേട്ടോ. ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സമ്മാനം. ഇനി ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാം. ഉത്തരം പറയുകയാണെങ്കിൽ ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന ഒരു വലിയൊരു സമ്മാനം. ഉത്തരം പറയുന്ന തെറ്റാണെങ്കിൽ ഈ സമ്മാനം ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചെടുക്കും. ഇപ്പോൾ പിന്മാറുകയാണെങ്കിൽ ഈ 2 സമ്മാനങ്ങൾ കൊണ്ട് പിന്മാറാം. എന്ത് ചെയ്യുന്നു? മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകണോ അല്ലെങ്കിൽ ഇവിടെ വെച്ച് കിറ്റ് ചെയ്യുന്നു? 2 ഈസിയായെന്ന് വിചാരിച്ച് മൂന്നാമത്തെ ആലോചിച്ചിട്ട് മൂന്നാമത്തെ റൗണ്ടിലേക്ക് വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് കിറ്റ് ചെയ്യാം. കുഴപ്പമില്ല. തേർഡ് റൗണ്ട്. ടെന്നീസ് കോർട്ട്. ചില സ്കൂളുകളൊക്കെ പോയി കഴിഞ്ഞാൽ ടെന്നീസ് കോർട്ടൊക്കെ പ്രത്യേകം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ടെന്നീസ് കോർട്ട് വെള്ളത്തിനടിയിലുള്ള രാജ്യം ഏതെന്നുള്ളതാണ് ചോദ്യം. ടെന്നീസ് കോർട്ട് വെള്ളത്തിനടിയിലുള്ള ആദ്യ രാജ്യം. ഇപ്പോൾ പല രാജ്യങ്ങളിലുണ്ടായിരുന്നു. ആദ്യ രാജ്യം ബെയ്ജിംഗ് ആണോ, ബാങ്കോക്ക് ആണോ, ദുബായ് ആണോ, ടോക്കിയോ ആണോ? ടെന്നീസ് കോർട്ട് വെള്ളത്തിനടിയിലുള്ള ആദ്യ രാജ്യം ഏതാണ്? ബെയ്ജിംഗ്, ബാങ്കോക്ക്, ടോക്കിയോ ആൻഡ് ദുബായ്. ഈ 4 സ്ഥലങ്ങളിൽ ടെന്നീസ് കോർട്ട് വെള്ളത്തിനടിയിലുള്ള ആദ്യ രാജ്യം. രസമല്ലേ ടെന്നീസ് കോർട്ട് വെള്ളത്തിനടിയിലേക്ക്, വെള്ളത്തിനടിയിൽ നിന്നൊക്കെ ടെന്നീസ് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ബെയ്ജിംഗ്, ബാങ്കോക്ക്, ദുബായ്, ടോക്കിയോ. എല്ലാത്തിനും ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എല്ലാത്തിനും ഒരു മുൻപന്തിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നതും ആണ് പൊതുവെ ഉള്ളൊരു രാജ്യമാണത്. ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി, അങ്ങനെ പെട്ടെന്ന്. ടെന്നീസ് കോർട്ട് വെള്ളത്തിനടിയിലുള്ള രാജ്യം ബെയ്ജിംഗ്, ബാങ്കോക്ക്, ടോക്കിയോ ആൻഡ് ദുബായ്. ആലോചിച്ച് പറഞ്ഞാൽ മതി, ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി, എടുത്ത് പിടിച്ച് പറയണ്ട. എല്ലാത്തിലും ഒരു മുൻപന്തിയിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യം, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ വന്ന ഒരു രാജ്യം, നല്ല സുന്ദരമായിട്ടുള്ള രാജ്യം, മനോഹരമായി. ആലോചിച്ചു ആ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കണ്ടുപിടുത്തം ഒരു വലിയൊരു സംഭവം അവിടെയുണ്ട്. ഒരു വലിയൊരു സംഭവം അവിടെയുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞില്ല, അത് കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. ഒരു വലിയൊരു സംഭവമുണ്ട്, അതായത് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു സ്ഥലം, ഒരു സംഭവം അവിടെയുണ്ട്. ടോക്കിയോ, ബാങ്കോക്ക്, ബെയ്ജിംഗ്, ദുബായ്. നമുക്ക് ടോക്കിയോ ഒന്ന് വിട്ടു, ബെയ്ജിങ്ങിലേക്ക് പോകണില്ല. ബാങ്കോക്ക് വേണ്ട അല്ലേ? ബാങ്കോക്ക് വലിയൊരു അത്ര രസമില്ല. ദുബായ് വലിയ കുഴപ്പമില്ല, നല്ല സ്ഥലമാണ്. അവിടെ കണ്ടുപിടുത്തത്തിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ് ദുബായ്. അവിടെ വലിയൊരു സംഭവമുണ്ട്. എന്താണ് അങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞാ? ബുർജ് ഖലീഫ. ഓക്കെ, അങ്ങനെ ബെയ്ജിംഗ്, ബാങ്കോക്ക്, ടോക്കിയോ, ദുബായ്. പറഞ്ഞിരിക്കുന്നത് ഈ ടെന്നീസ് കോർട്ട് വെള്ളത്തിനടിയിലുള്ള രാജ്യം ആദ്യം ടോക്കിയോ എന്ന് പറഞ്ഞു, പിന്നീട് ദുബായിലേക്ക് പോയി. ഞാനൊരു പറഞ്ഞു അവിടെ വലിയൊരു കണ്ടുപിടിച്ച സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ബുർജ് ഖലീഫ എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവർ ദുബായ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ടെന്നീസ് കോർട്ട് വെള്ളത്തിനടിയിലുള്ള രാജ്യം ദുബായ് എന്നുള്ളത് റൈറ്റ് ആൻസർ. ബാഗ് ആൻഡ് ബാഗ് ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂം. ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സമ്മാനം. ബുർജ് ഖലീഫയൊക്കെ കണ്ടായിരുന്നോ? പോയായിരുന്നോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പർ അല്ലേ? എത്രാമത്തെ നില വരെ പോയി അവിടെ? എനിക്ക് പകുതി വരെ പോകാൻ പറ്റി. അപ്പോൾ കാണാം, സന്തോഷം. അപ്പോൾ ഇത് വീതം വെച്ചെടുത്തേക്കണം, അടിപൊളി കൂടെ ഉണ്ട് കേട്ടോ. അടിയും പിടിയും ഒന്നും വേണ്ട. ടീച്ചർ കയ്യിൽ കൊടുത്തിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ വീതം വെച്ചെടുത്തിട്ട് ബാക്കി. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ടീച്ചർ, എഞ്ചിനീയർ, പിന്നെ IPS, ഡോക്ടർ, പിന്നെ മിലിറ്ററി. ഓക്കെ, കാണാം. ഓക്കെ, ബൈ. ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടീമാണ്. ഒരു വലിയൊരു ടീമാണ്, ഏതാണ്ട് 10 മെമ്പേഴ്സുള്ള ഒരു ടീമാണ്. അപ്പോൾ വളരെ സുന്ദരമായിട്ടുള്ളൊരു വിദ്യാലയത്തിൽ വെച്ചിട്ടാണ് എപ്പിസോഡ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുകുന്നിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത്. പേര് പറ. അനമിത്ര. ഇത്ര ഒരു ഉഷാറില്ലാത്ത അനമിത്ര അല്ലേ? ഉഷാറായിട്ട് പറ.
അനമിത്ര. എവിടെയാണ് സ്ഥലം അനമിത്ര? ചെറുകുന്ന്. കൂട്ടുകാരൊക്കെ എന്ത് വിളിക്കും? അനു എന്നാണോ വിളിക്കുക? മിത്ര എന്ന് വിളിക്കാറുണ്ടോ? അനു എന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട് അനുവിന്റെ? അമ്മ സുഖമായിരിക്കുന്നു അല്ലേ? ഹാപ്പിയാണോ? പേര് പറ. ചാർവി. ചാർവി എന്താ അതിന്റെ മീനിങ് എന്താണ്? ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ ആണല്ലേ? ഓക്കെ, എവിടെയാണ് സ്ഥലം? എവിടെയാണ് ചാർവിയുടെ? കണ്ണവരം. ചാരു എന്നാണോ വിളിക്കുക? ഓക്കെ, പേര്? ദേവന. ദേവന എവിടെയാണ് സ്ഥലം? വെള്ളിക്കീൽ. വെള്ളിക്കലാണ്. വീട്ടിലാരൊക്കെയാ ദേവന കുട്ടി? അച്ഛൻ, അമ്മ, ഏച്ചി, അമ്മമ്മ, മാമൻ. മാമൻ അത്യാവശ്യം ദേഷ്യപ്പെടുന്ന ഒരാളാണല്ലേ മാമൻ? അല്ലേ? എന്ത് കാര്യത്തിന് മാമൻ ദേഷ്യപ്പെടുന്നേ? പറയുന്നത് കേൾക്കാണ്ടിരിക്കുമ്പോ. ബെസ്റ്റ്, പറയുന്നത് കേൾക്കാണ്ട് പിന്നെ ഞാനും ദേഷ്യപ്പെടില്ലേ? പേര് പറ. അവന്തിക. അവന്തിക എവിടെയാണ് സ്ഥലം? പാളയത്തോളപ്പിലാണ്. ഓക്കെ. നിവേദിത. നിവേദിത എവിടെയാണ്? ഇരിണാവിലാണ്. കൃഷ്ണാന്ത. ഓക്കെ, പഠനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയാണ് വിനോദങ്ങൾ? എന്തൊക്കെയാണ്? ഫുട്ബോൾ കളിക്കാനുണ്ടോ? വരക്കും. ഫുട്ബോൾ കളിക്കാൻ എവിടെ പോകും? കോച്ചിങ് സെന്റർ. കണ്ണൂർ വരുന്നുണ്ടോ? കണ്ണൂരല്ല, ഇവിടെ ഇരിണാവ് കോച്ചിങ് സെന്ററിൽ പോകാറുണ്ട്. ഓക്കെ, ഇപ്പൊ എത്രയും ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കളിക്കാൻ പോകാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്രയും? കളിക്കാൻ പഠിച്ചു. എന്താ അതിനോട് ഇഷ്ടം തോന്നാൻ കാരണം എന്താണ്? രസം അല്ലേ? ബോഡി ഫിറ്റ്നസും എല്ലാം. പേരെന്താണ്? സാന്ത്വന. സാന്ത്വന എവിടെയാണ്? യോഗശാലക്കാണ്. സാന്ത്വന വളരെ പാവമാണോ? അങ്ങനെയൊന്നുമില്ല. സാന്ത്വനന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരാണോ നിങ്ങളൊക്കെ? സാന്ത്വനന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ചോദിക്കാനും പറ്റത്തില്ലല്ലോ. സാന്ത്വനന്റെ സ്വഭാവം എന്താണ് യഥാർത്ഥത്തിൽ? എന്തൊക്കെ ദേഷ്യം വരും? എന്തിനാ ദേഷ്യം വരുന്നത്? എന്ത് കാര്യത്തിന്? ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ. ഈ ബെഞ്ചിൽ ഇരിക്കുന്നത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമോ? ആഴ്ചയിൽ വീക്കിലി മാറോ അല്ലെങ്കിൽ ഡെയിലി മാറോ? അതെങ്ങനെയാണ്? അല്ലെങ്കിൽ ഫിക്സ്ഡ് ആണോ? ഡെയിലി മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, പേര് പറ. ലുബാബ. ലുബാബ എവിടെയാണ് സ്ഥലം? മാട്ടൂലാണ്. എല്ലാവർക്കും പരീക്ഷക്കൊക്കെ മാർക്ക്, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയ? അതൊരു വല്ലാത്തൊരു കുഴപ്പമില്ല. വീട്ടിലായിരിക്കും നമ്മളും? അനന്യ. ഭയങ്കര ഫ്രണ്ട്സ് ആണോ നിങ്ങൾ? കൈവിടൂ. എവിടെയാണ് അനന്യ സ്ഥലം? ചെറുകുന്ന്. ഇവിടെ അടുത്ത് തന്നെ. മുന്നേ എത്രാം ക്ലാസ് മുതൽ ഇവിടെ പഠിക്കാൻ തുടങ്ങി? 7ാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങി. സുഖം, പഠിത്തം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഓക്കെ. അക്ഷര എവിടെയാണ് സ്ഥലം? ചെറുകുന്ന്. അടുത്തടുത്ത വീട്ടുകാരാണോ? ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടവരാണോ? ഭയങ്കരമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് മാറിയോ നിങ്ങളുടെ സൗഹൃദങ്ങൾ? ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ഇഷ്ടമല്ലാത്ത എന്താ? ഒന്നും പേടിക്കണം, ധൈര്യമായിട്ട് പറഞ്ഞു. ഇയാളുടെ സ്വഭാവത്തിൽ തീരെ ഇഷ്ടമല്ലാത്ത എന്താണ്? എന്ത് പറഞ്ഞാലും സീരിയസ്നെസ് ഇല്ലാണ്ട് ഇങ്ങനെ പോയാ പോട്ടെ, വലിയ അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളെ അല്ല, വിരുന്നെടുക്ക വെച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ശരി, അപ്പോൾ വലിയൊരു ടീമുണ്ട്. പാട്ട് പാടുന്ന ആരുമില്ല അല്ലേ? ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത്, ചിലപ്പം എനിക്കറിയുന്ന ഉത്തരം നിങ്ങൾക്ക് അറിയണമെന്നില്ല, നിങ്ങൾക്കറിയുന്നത് എനിക്കറിയണമെന്നില്ല. അപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാം. സമ്മാനം എന്ന് പറയുന്നത് ടോട്ടൽ സമ്മാനമാണ്, നിങ്ങൾക്കുള്ള സമ്മാനമാണ്. അത് നിങ്ങൾ വീതം വെച്ചെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, വളരെ സ്നേഹത്തോടു കൂടി വീതം വെച്ചെടുക്കണം. അപ്പോൾ ഒരു ടീം ലീഡർ എന്ന് പറയുന്ന ഒരാൾ വേണം. അപ്പം തരുന്ന സമ്മാനങ്ങളൊക്കെ വീതം വെച്ചെടുക്കണം. ഒരപ്പം കൊണ്ട് എത്രയോ ആൾക്കാർ കൂട്ടിയ കഥയൊക്കെയില്ല, അതുപോലെ തരുന്ന സമ്മാനങ്ങൾ ഹാപ്പിയായിട്ട് കയ്യൊക്കെ വിടൂ, കൂളായിട്ട് നിൽക്കും. ആരാണ് ടീം ലീഡറായിട്ട് ആരാണ് നിൽക്കുന്നത്? പെട്ടെന്നായിക്കോട്ടെ. ഒരു ടീം ലീഡർ എന്നുള്ള രീതിയിൽ ആരാണ് നിൽക്കുന്നത്? ആരാണ്? ഓക്കെ, ചാർവിയാണ് ഇതിൽ ടീം ലീഡർ. പക്ഷേ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഉത്തരം പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് പോകാം. 4 ഓപ്ഷനും തരാം, ഓരോ ചോദ്യത്തിൽ 4 ഓപ്ഷനും തരാം. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് എൻട്രി റൗണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജില്ലകളുണ്ട്, ഒരുപാട് മനോഹരമായിട്ട് നഗരങ്ങളുണ്ട് അല്ലേ? കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നഗരങ്ങളുണ്ട്. നല്ല സുന്ദരമായിട്ട് നഗരങ്ങളാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് അറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ. ചോദ്യം, കേരളത്തിലെ അക്ഷര നഗരം എന്നറിയപ്പെടുന്ന പട്ടണം ഏതെന്നുള്ളതാണ് ചോദ്യം. കോട്ടയമാണോ, എറണാകുളമാണോ, പാലക്കാടാണോ? ആലോചിച്ച് പറഞ്ഞാൽ മതി. ടീം ലീഡറെ ലാസ്റ്റ് ഫൈനൽ ഒരു ഉത്തരമാണ് എനിക്ക് വേണ്ടത്. കേരളത്തിലെ അക്ഷര നഗരം എന്നറിയപ്പെടുന്ന പട്ടണം കോട്ടയമാണോ, എറണാകുളമാണോ, പാലക്കാടാണോ? കോട്ടയമാണ് കേരളത്തിൻ്റെ അക്ഷര നഗരം. പഠിച്ചിട്ടുണ്ടോ? കേരളത്തിൻ്റെ അക്ഷര നഗരം കോട്ടയമാണോ? കേട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ അക്ഷര നഗരം കോട്ടയം. റൈറ്റ് ആൻസർ. ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, കണ്ണൂർ കാൾടെക്സിലുള്ള ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന ഒരു സ്നേഹം നിറഞ്ഞ സമ്മാനമാണ്. ഇത് വീതിച്ചെടുക്കുമ്പോൾ അടിപൊളിയൊന്നും കൂടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ടീം ലീഡറുടെ കയ്യിൽ വെച്ചു. നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകാം. ഓക്കെ, സെക്കൻഡ് റൗണ്ട് ഈസി റൗണ്ട്. ഏത് ഭക്ഷണം തരുന്ന ATM ആണ് ബാംഗ്ലൂരിൽ തുടങ്ങിയത്? പുട്ട്, സദ്യ, ദോശ, ഇഡലി. ഒരു ATM ആരംഭിച്ചു ബാംഗ്ലൂരിൽ. ആലോചിച്ച് പറഞ്ഞാൽ മതിയേ. ഏത് ഭക്ഷണം തരുന്ന ATM ആണ് ബാംഗ്ലൂരിൽ തുടങ്ങി? ഒന്ന് ഡിസ്കസ് ചെയ്തോ? അറിയാമെങ്കിൽ ഡിസ്കസ് ചെയ്തോ?
പുട്ട് തരുന്ന ATM ആണോ, സദ്യ തരുന്ന ATM? വളരെ രസമാണല്ലേ. ദോശ തരുന്ന ATM ആണോ, ഇഡലി തരുന്ന ATM ആണോ ബാംഗ്ലൂരിൽ ആരംഭിച്ചത്? ആലോചിച്ച് പറഞ്ഞാൽ മതിയേ, ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞാൻ പറയാം, ആലോചിച്ച് പറഞ്ഞാൽ മതി. ഏത് ഭക്ഷണം തരുന്ന ATM ആണ് ബാംഗ്ലൂരിൽ തുടങ്ങിയത്? പുട്ട്, സദ്യ, ദോശ, ഇഡലി. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്? പുതിയ അറിവാണല്ലേ. ആലോചിച്ച് പറഞ്ഞാൽ മതി. ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ആലോചിച്ച് പറ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അതിൽ നിന്ന് ഒരു ഉത്തരം ഞാൻ എടുത്തു കളയാം. ഓക്കെ, ഒരു ഉത്തരം ഞാൻ എടുത്തു കളയാണേ. ഇനി ഉത്തരം തെറ്റാണെങ്കിൽ ഒന്നും പറയരുത്. ഏത് ഭക്ഷണം തരുന്ന ATM ആണ് ബാംഗ്ലൂരിൽ തുടങ്ങിയത്? ഇതിൽ ഞാൻ ഓപ്ഷൻ സി ദോശ എടുത്തു കളയാണ്. ദോശ എടുത്തു കളയുന്നു. ഇനി പുട്ടാണോ, സദ്യയാണോ, ഇഡലിയാണോ? ഏത് ഭക്ഷണം തരുന്ന ATM ആണ് ബാംഗ്ലൂരിൽ തുടങ്ങിയത്? പുട്ട്, സദ്യ, ഇഡലി. ഇഡലി തരുന്ന ATM ആണ് ബാംഗ്ലൂരിൽ ആരംഭിച്ചിരിക്കുന്നത്. പുട്ട് ഇഷ്ടമാണോ? പുട്ടാണോ, ഇഡലിയാണോ, സദ്യയാണോ? പുട്ടാണോ, ഇഡലിയാണോ, സദ്യയാണോ? പുട്ടാണോ, ഇഡലിയാണോ, സദ്യയാണോ? മത്സരാർത്ഥി എന്ത് പറയുന്നു? ഇഡലി തരുന്ന ATM ആണ് ബാംഗ്ലൂരിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇഡലി തരുന്ന ATM ആണ് ബാംഗ്ലൂരിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇഡലി തരുന്ന ATM ആണ് ബാംഗ്ലൂരിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇഡലി തരുന്ന ATM റൈറ്റ് ആൻസർ. ബാഗ് ആൻഡ് ബാഗ് ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള കണ്ണൂരിലെ ഏറ്റവും വലിയ ഷോറൂമാണ് ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. ഇതൊക്കെ കൃത്യമായിട്ട് വീതം വെച്ചെടുത്തേക്കണം. ഇനി ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കും. ഉത്തരം പറയുകയാണെങ്കിൽ ബമ്പർ സമ്മാനം. ഉത്തരം പറയുന്ന തെറ്റാണെങ്കിൽ ഈ സമ്മാനം ഞാൻ ഇങ്ങോട്ട് തിരിച്ചെടുക്കും. ഇപ്പോൾ പിന്മാറുകയാണെങ്കിൽ ആ സമ്മാനം കൊണ്ട് ക്ലാസ്സിലേക്ക് തിരിച്ചോ. എന്ത് ചെയ്യുന്നു? മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകണോ അല്ലെങ്കിൽ വിളിച്ച് നിർത്തുന്നു? എല്ലാവർക്കും കൃത്യമായിട്ട് സമ്മാനം കിട്ടുകയാണെങ്കിൽ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോയേ പറ്റൂ. ഓക്കെ, തേർഡ് റൗണ്ട് ഓഡിയൻസ് ചോയ്സ് റൗണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തുള്ള റോഡുകളൊക്കെ വളരെ മനോഹരമായി മാറി അല്ലേ. റോഡിൻ്റെ ഒക്കെ പണിയൊക്കെ ചെയ്ത് വളരെ ഒരു അടിപൊളിയായിട്ട് റോഡൊക്കെ മാറി. ചോദ്യം, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വളവുകളില്ലാത്ത റോഡ് ഏത് രാജ്യത്താണെന്നുള്ളതാണ് ചോദ്യം. സൗദി അറേബ്യ, ഖത്തർ, ചൈന, ഫ്രാൻസ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വളവുകൾ ഇല്ലാത്ത റോഡ് ഏത് രാജ്യത്താണ്? വളവുകളില്ലാത്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ഏത് രാജ്യത്താണ്? സൗദി അറേബ്യ, ഖത്തർ, ചൈന, ഫ്രാൻസ്. സൗദി അറേബ്യയിലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയതും വളവുകൾ ഇല്ലാത്തതുമായ റോഡുള്ളത് രാജ്യം സൗദി അറേബ്യയാണ്. ഖത്തർ, ചൈന, ഫ്രാൻസ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വളവുകളില്ലാത്ത റോഡ് ഏത് രാജ്യത്താണെന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞിരിക്കുന്നത് സൗദി അറേബ്യ എന്നാണ് പറയുന്നത്. സൗദി അറേബ്യ ആണോ? സൗദി അറേബ്യയാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള റോഡ്, വളവുകളൊന്നും ഇല്ലാത്ത റോഡുള്ളത് സൗദി അറേബ്യയിലാണ്. ഗസ് ചെയ്തതാണ്, അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല. സൗദി അറേബ്യയിൽ അങ്ങനെ റോഡുണ്ടോ? വളവുകളില്ലാത്ത നീളമുള്ള റോഡ്? അങ്ങനെ റോഡ് ഉണ്ട്. റൈറ്റ് ആൻസർ. ബാഗ് ആൻഡ് ബാഗ് ബാഗുകൾക്ക് മാത്രമായുള്ള ഷോറൂം ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും എടുക്കാനുള്ള സമയം ഉണ്ടാവും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ബാക്കി എങ്ങനെയാ വെച്ചാൽ ടീച്ചർ ക്ലാസ്സിലേക്ക് കൊടുത്തിട്ട് ബാക്കി കൈകാര്യം ചെയ്യുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവരും അടിപൊളിയാവും. ഓക്കെ, ഓൾ ദി വേ. താങ്ക് യു. ബൈ. ഗവൺമെൻറ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് ഇമേജ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചത്. അപ്പോൾ ഏതാണ്ട് സ്കൂളൊക്കെ വിട്ടു. ശരിക്കും പറഞ്ഞാൽ ലൈഫിലെ ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ളൊരു കാലഘട്ടം അതാണ്. രാവിലെ ബെല്ലടിക്കുന്നതിന് മുമ്പേ സ്കൂളിലേക്ക് ഓടിക്കൊണ്ട് വരുന്നൊരു കാലഘട്ടവും ബെല്ലടിച്ചതിന് ശേഷം വീട്ടിലേക്ക് ഓടുന്ന ഒരു കാലഘട്ടമുണ്ട്. അതാണ് ഭൂമിയിലെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഏറ്റവും മനോഹരമായത് എന്നാണ് പൊതുവെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. അത്രയും സുന്ദരമാണ് വിദ്യാഭ്യാസ കാലഘട്ടം. പ്രത്യേകിച്ചും ഒരുപാട് സുഹൃത്തുക്കളും ടീച്ചേഴ്സും പഠനവും അതുപോലെ തന്നെ കലാമേഖലയും കായിക മേഖലയും എല്ലാം കൊണ്ട് മനോഹരമായിട്ടുള്ള വിദ്യാലയം. 100% വിജയം കൈവരിക്കുന്ന ഒരു വലിയൊരു വിദ്യാലയമാണ് ഗവൺമെൻറ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുകുന്ന് എന്ന് പറയുന്നത്. അത് ഒരുപാട് വർഷക്കാലമായിട്ട് അവരങ്ങനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പഠന നിലവാരം ഹൈടെക്കാണ്. എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ള വിദ്യാലയത്തിൽ വെച്ചിട്ടാണ് ഇമേജ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചത്. ഇതുപോലെ നിങ്ങളുടെ വിദ്യാലയത്തിലേക്കും വരണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഞങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്ന ആ ഒരു വിദ്യാലയത്തിലേക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതുപോലെ ഇന്ന് വിട പറയാം. അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം വിട പറയുന്നു. ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. ബൈ. താങ്ക് യു.